യമനിൽ വധശിക്ഷയ്ക്ക് കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും സഹായങ്ങൾ ഏത് വിധേനയും ചെയ്യാനും റെഡിയായി നിൽക്കുകയാണ്. സിനിമാ പ്രവർത്തകരും സാംസ്കാരിക നേതാക്കളും കേന്ദ്ര സർക്കാരും ഗവർണറും രാഷ്ട്രീയ നേതാക്കളും അടക്കം നിരവധി പേരാണ് നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ രംഗത്ത് വരുന്നത്. അതായത് കാന്തപുരം എ.ബി. അബൂബക്കർ മുസ്ലിയാർ അടക്കം ജാതി മത ഭേദമന്യേ നിമിഷപ്രിയ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം ആ സഹോദരിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇറങ്ങുകയാണ്. ദയാധനം സ്വീകരിക്കാൻ അവർ തയ്യാറാണ് എങ്കിൽ എത്ര രൂപ വേണമെങ്കിലും കൊടുക്കാനായി ലോകത്തിലെ എല്ലാവരും, മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് നമ്മളൊക്കെ കാണുന്നത്. നിമിഷപ്രിയ ചെയ്ത കുറ്റത്തിന്റെ ആഴം എത്ര ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നിട്ട് കൂടി ഒരു മലയാളിയാണ് നമ്മുടെ നാട്ടുകാരി, അല്ലെങ്കിൽ ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരി മറ്റൊരു രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടരുത്, വധശിക്ഷ ഏറ്റുവാങ്ങരുത് എന്നുള്ള നിർബന്ധത്തിന്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തരും, മാധ്യമങ്ങൾ ഉൾപ്പെടെ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തി തലാലിന്റെ കുടുംബവുമായി സംസാരിച്ച് നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ ആ ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. നിമിഷപ്രിയ ചെയ്ത കുറ്റം എന്താണ് എന്നൊരു ആവർത്തി നമ്മൾ ഇനി പറയണ്ട. തലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വളരെ ഡോസ് കൂടിയ മരുന്ന് ദേഹത്ത് കുത്തിവെച്ച് അദ്ദേഹത്തെ കൊല്ലുന്നു. അതിനുശേഷം 110 കഷ്ണങ്ങളാക്കി ആ ശരീരത്തെ വെട്ടിമുറിക്കുന്നു. എന്നിട്ടത് വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു. ഇതാണ് നിമിഷപ്രിയ ചെയ്ത കുറ്റം. നിമിഷപ്രിയ അത് പറയുകയും ചെയ്തു. താൻ ഇത്തരത്തിൽ വെട്ടിനുറുക്കാൻ തന്നെ സഹായിച്ചതൊക്കെ കൂടെയുള്ള ഹനാനാണ് എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. കൊലപാതകം തന്നെയാണ് എത്ര ന്യായീകരിച്ചാലും. അതുമാത്രമല്ല, ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ടതിൻ്റെ ഏറ്റവും ക്രൂരമായ കാര്യങ്ങളാണ് നിമിഷപ്രിയ മൃതദേഹത്തോട് കാണിച്ചത്. എന്തായാലും തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് എന്നുള്ള ഒരു ശുഭസൂചന പുറത്തു വരുന്നുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ആരും അറിയാതെ, ആരും രക്ഷപ്പെടുത്താനില്ലാതെ, മാധ്യമങ്ങളാരും ചർച്ചയാക്കാതെ, മാധ്യമങ്ങളാരും സമ്മർദ്ദം ചെലുത്താതെ പോയ ഒരു 33 കാര്യമുണ്ട്. ഇന്ത്യക്കാരിയായ ഷഹ്സാദി ഖാൻ, 33 വയസ്സ് മാത്രം പ്രായമുള്ള ഷഹ്സാദി ഖാൻ 2025 ഫെബ്രുവരി 15-ാം തീയതി UAE-യിലെ ഒരു ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇത് മാധ്യമങ്ങളാരും ചർച്ച ചെയ്തിട്ടില്ല. അവർ ചെയ്ത കുറ്റം നിമിഷപ്രിയ ചെയ്തതുപോലെ അത്ര വലിയ കുറ്റമൊന്നുമല്ല അവർ ചെയ്തത്. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചില്ല. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പോലും തെളിയിക്കുന്നതിന് മുൻപ് അവരെ UAE സർക്കാർ തൂക്കിലേറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ അച്ഛൻ ഷബീർ ഖാൻ അവർക്ക് വേണ്ടി ദ്രൗപദി മുർമുവിൻ്റെ അടുത്തും രാഷ്ട്രപതിയുടെ അടുത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തുമൊക്കെ ഇമെയിൽ അയച്ചും കത്തുകൾ എഴുതിയുമൊക്കെ യാചിച്ചു. പക്ഷെ ആരും അതിനെ കണ്ണു തുറന്നില്ല. ഒരു മതപണ്ഡിതന്മാരും ഒരു മാധ്യമങ്ങളും ഒരാൾ പോലും ഷഹ്സാദി ഖാന് വേണ്ടി നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഷഹ്സാദി ഖാൻ ആരാണ്, എന്താണ് അവർ ചെയ്ത കുറ്റം എന്നല്ലേ പറയാം. 2021 ഡിസംബറിലാണ് ഉത്തർപ്രദേശിലെ ബന്ദ്ര ജില്ലയിലെ 33 വയസ്സുകാരിയായ ഷഹ്സാദി ഖാൻ, അവരുടെ ശരീരത്തിൽ ചില പൊള്ളലുകൾ ഏറ്റിട്ടുണ്ട്. വിവാഹ ജീവിതം അത്ര നല്ല രീതിയിലല്ലായിരുന്നു. ഒരുപാട് തവണ മരിക്കാനൊക്കെ ആയി തീരുമാനിച്ച ഷഹ്സാദി ഖാൻ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും 2022 ഓഗസ്റ്റിൽ അവർ ഔദ്യോഗികമായ വിസയിൽ അബുദാബിയിൽ എത്തുകയും ചെയ്തു. അബുദാബിയിൽ ഒരു വീട്ടിലാണ് ജോലിക്കെത്തുന്നത്. അവിടുത്തെ തൊഴിലുടമ 2022 ഡിസംബർ 7-ാം തീയതി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ഈ കുഞ്ഞിൻ്റെ കെയർടേക്കറായി ഷഹ്സാദി ഖാനെ നിയമിക്കുന്നു. കുഞ്ഞിനെ നോക്കുക, പരിചരിക്കുക തുടങ്ങിയവയാണ് ഷഹ്സാദി ഖാന്റെ ചുമതല എന്ന് പറയുന്നത്. അങ്ങനെ ഈ കുഞ്ഞിന് നിരന്തരം പ്രതിരോധ കുത്തിവയ്പ് നടത്തുമായിരുന്നു. കുഞ്ഞിന് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അസുഖങ്ങളുടെ ഫലമായി ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുമായിരുന്നു. ആ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഫലമായി കുഞ്ഞ് മരിക്കുന്നു. ആ മരണം ഷഹ്സാദി ഖാന്റെ തലയിൽ തൊഴിലുടമയും വീട്ടുകാരും കെട്ടിവെക്കുന്നു. പിന്നീട് ഷഹ്സാദി ഖാൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പുറത്തു വരുന്നു. ആ വീഡിയോയിൽ പറയുന്നത്, ഞാൻ കുറ്റം ചെയ്തിരുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നു എന്നാണ്. അതായത് തൊഴിലുടമയും വീട്ടുകാരും ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ടാണ് ആ കുറ്റസമ്മതം അവരെ കൊണ്ട് നടത്തിയത്. മാത്രമല്ല
ഈ കുഞ്ഞ് മരിച്ച് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താൻ പോലും വീട്ടുകാർ തയ്യാറായില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ പോലും തയ്യാറാകാതെയാണ് തൻ്റെ കുഞ്ഞിനെ കൊന്നത് ഈ 33 വയസ്സുകാരിയായ ഷഹ്സാദി ഖാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ജയിലിലേക്ക് അയക്കുന്നത്. അതായത് അവർ അൽ ബത്വ ജയിലിലാണ് കഴിഞ്ഞത്. ഞാൻ പറഞ്ഞതുപോലെ 2025 ഫെബ്രുവരിയിൽ അവർ മരണപ്പെടുകയാണ്. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. മാർച്ച് 5-ന് അവരുടെ മൃതദേഹം ഉത്തർപ്രദേശിലെത്തുന്നു, സംസ്കരിക്കുകയും ചെയ്തിരുന്നു. അവസാനമായി അതായത് ഫെബ്രുവരി 14-ന് തൂക്കുകയർ നോക്കി താൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സ്ത്രീ, തന്നെ രക്ഷിക്കാൻ ഒരു മാധ്യമങ്ങളോ ഒരു ആക്ഷൻ കൗൺസിലോ ഒരു സംഘടനകളോ ഒന്നും രംഗത്തിറങ്ങിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രക്ഷിക്കാൻ തൻ്റെ രാജ്യത്തെ സർക്കാർ പോലും വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ ചെയ്ത തെറ്റ്, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ഷഹ്സാദി ഖാൻ ഫെബ്രുവരി 14-ാം തീയതി തൻ്റെ പിതാവായ ഷബീർ ഖാന് ഒരു സന്ദേശം അയച്ചു. അതിങ്ങനെയാണ്: നിങ്ങളിലേക്കുള്ള എൻ്റെ അവസാനത്തെ കോളാണിത്, ഇനി വിളിക്കാൻ ഞാൻ ഉണ്ടാകില്ല, ഞാൻ യാത്രയാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. അതായത് ആ കുഞ്ഞ് മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. മാത്രമല്ല ആ കുഞ്ഞിനെ കൊന്നത് ഷഹ്സാദി ഖാനാണെന്ന് തെളിയിക്കാനുള്ള ഒരു നിയമവും ഒരു കാര്യവും പോലീസിനോ ജയിലധികർക്കോ കിട്ടിയിട്ടില്ല. പക്ഷേ കുടുംബം ആരോപിച്ചതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ദയാധനം നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അതിലൊന്നും നിൽക്കാതെ ഷഹ്സാദി ഖാനെ തൂക്കിക്കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നു അവർ എടുത്ത നിലപാട്. അങ്ങനെ 2025 ഫെബ്രുവരി 15-ാം തീയതി ഷഹ്സാദി ഖാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇവിടെ നിമിഷപ്രിയ 2018 മുതൽ ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരും നമ്മളെ സഹോദരിയാണ്. ഷഹ്സാദി ഖാനും ഒരു ഇന്ത്യക്കാരിയാണ്. അവർ മലയാളി അല്ലാത്തത് കൊണ്ടാണോ അവർക്ക് വേണ്ടി ആരും രംഗത്തിറങ്ങാത്തത്? അവർക്ക് വേണ്ടി ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിക്കാത്തത്? അവർക്ക് വേണ്ടി ആരും ഘോരഘോരമായി പ്രസംഗിക്കാത്തത്? അവർക്ക് വേണ്ടി മാധ്യമങ്ങളിൽ നിന്ന് ഇതൊക്കെ ഒരു മനുഷ്യത്വപരമായ കാര്യങ്ങളാണ്, മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ എതിരഭിപ്രായം കൊണ്ടുവന്ന് നിങ്ങൾ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്ന് വലിയ വർത്താനം പറയുന്ന മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഷഹ്സാദി ഖാൻ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ബന്ദാജ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ജീവിക്കാനായി അബുദാബിയിലേക്ക് കരകയറിയ ഒരു സ്ത്രീയെക്കുറിച്ച്. അവർ തൂക്കുമരത്തിലേക്ക് കയറുമ്പോഴും അവസാന കഴുത്തിൽ മുറുകുമ്പോഴും അവർ ചിന്തിച്ചത് ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത്. അവരാരെയും കഷ്ണം കഷ്ണമാക്കി വെട്ടി നുറുക്കിയിട്ടില്ല. ആരെയും വിവാഹം കഴിച്ച് സംരക്ഷിച്ചു കൊള്ളാമെന്നോ അല്ലെങ്കിൽ ആ വിവാഹത്തിലൂടെ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്നോ അവർ ചിന്തിച്ചിട്ടില്ല. തൻ്റെ കുടുംബത്തെ പോറ്റുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഷഹ്സാദി തൊഴിലുടമയുടെ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചും അവിടെ ജീവിച്ചത്. എന്നിട്ട് കുഞ്ഞിനെ നോക്കുന്ന ചുമതല അടക്കം അവരുടെ കൈകളിൽ വന്നപ്പോഴും അവർ സ്വന്തം കുഞ്ഞിനെ നോക്കും പോലെയാണ് ആ കുഞ്ഞിനെ നോക്കിയത്. ആ കുഞ്ഞിൻ്റെ മരണം അവരുടെ തലയിൽ കെട്ടിവെച്ച് അവരെ കൊന്ന ആ തൊഴിലുടമയും കുടുംബവും എന്താണ് ചിന്തിച്ചിരുന്നത് എന്നറിയില്ല. എങ്കിലും ഷഹ്സാദി ഖാന് വേണ്ടി വാദിക്കാത്തവരാരും, അവരെ തൂക്കിലേറ്റിയെന്ന് അറിയാത്ത മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് യോഗ്യതയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി വാദിക്കാൻ എന്നുള്ളതാണ്.